വണക്കം. ആഹാ, എത്തിയല്ലോ നമ്മളാള്. വാ 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 വാ, കേറിയിരിക്കെ. പുതിയ ചേച്ചിനൊക്കെ ഉണ്ടോ? ഇത് മോളാണാ? മോള് എത്ര ക്ലാസ്സിലാ പഠിക്കുന്നേ? അതെ അതെ, ഇത് മോള്. പറഞ്ഞോടുക്ക്. ഞാൻ 2ാം ക്ലാസ്സിലാ പഠിക്കുന്നത്. ഇവളിവിടെ സ്കൂളിൽ 2ാം ക്ലാസ് പഠിക്കുന്നത്. ഇവിടുത്തെ മറ്റേ CBSE സ്കൂളിലാ പഠിക്കുന്നത്. അതെല്ലാം പോട്ടെ, എന്താ കുട്ടീന്റെ പേര്? എൻ പേര് മല്ലിക. ആഹാ, അതുകൊള്ളല്ല. മലയാളിയാണോ അതോ തമിഴാണോ? മലയാളം അറിയില്ലേ? അതെ, ഞാൻ മലയാളിയാണ്. എന്റെ അമ്മ മലയാളി, അച്ഛൻ തമിഴ്നാട്. ഞങ്ങളെ വീട്ടിൽ മലയാളം തന്നെയാണ് സംസാരിക്കുക. മല്ലിക ഇങ്ങനെ വന്ന കാര്യം നിക്കാതെ ഇരിക്കി. ഇരിക്കി. ഇരിക്കാം. ചേച്ചി ഇപ്പൊ ഗർഭിണിയാണല്ലേ? അതെ, ഞാനിപ്പോ ഒരു 3 മാസം കാരിങ് ആണ്. പിന്നെ നമ്മളെ അവിടെ സരോജിനി ചേച്ചിയുടെ വീട്ടിൽ ഇപ്പൊ ആരാ പണിക്ക്? സരോജിനി ചേച്ചി പറഞ്ഞു. ഇപ്പൊ അവിടെ എന്റെ ചേച്ചിയാണ് പോകുന്നത് പണിക്ക്. അപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. സാർ ഇവിടെ ഇല്ല അല്ലേ? ഇല്ല, ലീവുള്ളപ്പോ മാത്രമേ വരൂ. ഏട്ടനിടെയല്ല, ഏട്ടനൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ 2-3 മാസം കൂടുമ്പോഴൊക്കെ വരുമല്ലോ. അപ്പൊ മല്ലികയുടെ ഇരിക്കട്ടാ, മോളോട് സംസാരിച്ചിരിക്കുക. ഞാൻ പോയിട്ട് എന്തെങ്കിലും കുടിക്കാൻ എടുത്തിട്ട് വരാം. സ്കൂളില്ലേ? അങ്ങോട്ട് വാ. എന്താണ് പേര്? വേദിക്കാ? 10ാം ക്ലാസ്സിലാണ്. ചേച്ചിന് ഇഷ്ടപ്പെട്ടാ? ചേച്ചിയുടെ സാരി നല്ല ഭംഗിയുണ്ടാ? അപ്പൊ ചേച്ചിയുടെ ഇവിടെ നിന്നാലോ? നമുക്കൊരു സെൽഫി എടുത്താലോ? കളിക്കാൻ പോവാ? ശരി, ടാറ്റാ. ഇതാ മല്ലികേ, കുടിക്കേ. ചേച്ചി വെള്ളം കൊണ്ടുവന്നോ? താങ്ക് യു. കിച്ചൺ എവിടെയാണ്? ഞാൻ കഴുകി വെച്ചോളാം. ഏതായാലും ഇന്ന് വന്നതല്ലേ ഉള്ളൂ, ആദ്യം തന്നെ കിച്ചണിലേക്ക് കേറണ്ട. ഞാൻ കഴുകി വെച്ചോളാം. ഇങ്ങ് വന്നേ. അയ്യോ വേണ്ട വേണ്ട, അത് കുഴപ്പമില്ല. മല്ലിക ഒരു കാര്യം ചെയ്തോ, ഞാൻ ഇന്ന് അടിച്ചു വരിട്ടില്ല. ചൂലുണ്ട്, അത് എടുത്തിട്ടൊന്ന് അടിച്ചു വരി തന്നാ മതി. ആദ്യത്തെ പണി അതായിക്കോട്ടെ. ശരി. ചൂല് എവിടെയാണ്? ഞാൻ പോയി എടുത്തോളാം. ചൂല് ആ ഫ്രിഡ്ജിന്റെ പുറകിലാന്ന്. വാ, ഞാൻ കാണിച്ചു തരാം. അടിപൊളി വീടൊക്കെയാണല്ലോ. എന്റെ റീൽസ് എടുക്കാൻ നല്ല ബാക്ക്ഗ്രൗണ്ടാണ്. ചൂല് കിട്ടി. ആരെങ്കിലും ഉണ്ടാ? ഹലോ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ന്യൂ ജോബ്. അപ്പൊ നമ്മൾ ഇന്ന് ചൂല് വെച്ച് അടിച്ചു വരാൻ പോവുകയാണ്. എന്താ പറഞ്ഞൊരു സൗണ്ട് കേൾക്കുന്നത്? മല്ലിക എന്താണ് അവിടെ പരിപാടി? ഒന്ന് നോക്കിട്ട് വരട്ടെ. ഇതെന്താണ്, വട്ടാണാ? മല്ലികേ, എന്താണ് പരിപാടി? അത് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ വീഡിയോസ് കുറച്ചെടുക്കും. അതാണ് കേട്ടാ. ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ചെയ്യുന്ന ജോലിന്റെ കൂടെ വീഡിയോസ് കൂടി എടുക്കുന്നുണ്ട്. യൂട്യൂബ് ചാനലാ? വീഡിയോസിന്റെ ഒപ്പം പണിയെല്ലാം എടുക്കുവാ? അസനെ, എനക്ക് തലവേദന ആവാണ്ടിരുന്നാ മതി. എന്ത് വേണമെങ്കിലും ചെയ്തോ, കേട്ടില്ലല്ലോ? നടക്കട്ടെ നടക്കട്ടെ, എനക്ക് ബുദ്ധിമുട്ടല്ല ഇരുന്നാ മതി. ഏതായാലും നല്ല രസം തന്നെ. പിന്നെന്തെല്ലാം നീ മല്ലികേന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അറിയാത്തത്? പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടാ? പറഞ്ഞാട്ടെ നോക്കട്ടെ. വേറെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ എനിക്ക് മാസത്തിൽ 4 ലീവ് വേണം. 4 പ്രാവശ്യം ബ്യൂട്ടി പാർലറിൽ പോകണം. ഫേഷ്യൽ ചെയ്യണം, പിന്നെ 1 പ്രാവശ്യം ത്രെഡ് ചെയ്യണം, പിന്നെ കാലിന്റെ പെഡിക്യൂർ ഇല്ലേ അത് ചെയ്യണം, പിന്നെ ഹെയറിന് സ്പാ ചെയ്യണം. അങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞായറാഴ്ച ദിവസം ഞാൻ വരൂല കേട്ടാ. ഞായറാഴ്ച എന്നെ
കല്യാണാലോചന നടക്കുന്നുണ്ട്. അപ്പം അധികം ഞായറാഴ്ചയും പെണ്ണ് കാണാൻ വരുന്ന, അതുകൊണ്ട് ആ ദിവസം ഞാൻ വരില്ല. പിന്നെ ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്ന് അടിച്ചു വാരി തുടച്ചിട്ട് തരാം. ഞായറാഴ്ച ആയാലും വരും. മാസത്തിൽ 4 ലീവും പിന്നെ എല്ലാ ഞായറാഴ്ച വരൂല എന്നാ. അല്ല കാര്യായല്ല. നല്ല സുഖന്നല്ലേ? ഞാൻ വരെ പോയില്ല ബ്യൂട്ടി പാർലറിൽ ഇങ്ങനെ. ഞാൻ 2-3 മാസം കൂടുമ്പോ ഒരു പ്രാവശ്യം പോലെ. ഏതായാലും ലൈഫ് അങ്ങ് എൻജോയ് ചെയ്യാന്നല്ലേ. നിനക്ക് തോന്നുന്നു അടുത്ത മാസം തൊട്ട് ഞാൻ നിന്നിടിയാക്കിയിട്ട് ഞാൻ വേറെ വീട്ടിൽ പണിക്കോയാലോ. നിനക്ക് ഇത്ര അടിപൊളിയായിട്ട് ജീവിക്കാലോ. ശരി എന്നാ പിന്നെ ഞായറാഴ്ച ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ഏതായാലും കല്യാണമെല്ലാം നടക്കുന്നില്ലേ, നല്ല സുന്ദരി ആയിക്കോ. വേറെ ഒരു പ്രശ്നവും ഉണ്ടാക്കാണ്ട് നല്ല കുട്ടിയായിട്ട് ഇരുന്നാൽ മാത്രം മതി. ചേച്ചി ഇവിടെ നനച്ചാട്ടെ. അതെ, ചേച്ചി കാര്യം പറയട്ടെ. ചേച്ചീന്റെ വീട് മോളെ അമ്മ അനുസരിച്ച് അറിയോ? ശരിയല്ലേ? ചിന്നമ്മ എടി കള്ളിച്ചെല്ലമ്മ അടി വെള്ളിക്കാവിൽ പടിയിലെന്നാരായിരം നിൽക്കമ്മ ചിന്നമ്മ അടി കള്ളിച്ചെല്ലമ്മ മല്ലികെ, ഞാനൊന്ന് സിറ്റിയിലേക്ക് പോവാന്ന്. എനിക്ക് സൂപ്പർ മാർക്കറ്റിലെല്ലാം പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് കേട്ടോ. അപ്പൊ മോളെ നല്ലോണം നോക്കണം. ഞാൻ വൈകുന്നേരം ആകുമ്പേ വരുള്ളൂ. ഫുഡ് ലഞ്ച് ആക്കി വെച്ചിട്ടുണ്ട്. അത് മോക്കും എടുത്തു കൊടുത്ത് നീ എടുത്ത് കഴിച്ചോ. ഫുഡ് എടുത്ത് കൊടുക്കാൻ മറക്കാൻ പാടില്ലേ മോളെ? അമ്മ പോവാന്ന്. ചേച്ചി പറയുന്നതായിട്ട് അനുസരിച്ച് നിൽക്കണം. ഒരു കുട്ടികളും കളിക്കാൻ പാടില്ല കേട്ടാ. ഓക്കെ, അമ്മ വൈകുന്നേരം വരുള്ളൂ കേട്ടാ. ടാറ്റാ. മോളെ അമ്മ കടയിൽ പോയിട്ടില്ലേ? അപ്പോ നമുക്ക് TV ഉണ്ടല്ലോ, ഒന്ന് ഓണാക്കി തരുവാ? വാ, നമുക്ക് രണ്ടാക്കും TV കാണാം. ചേച്ചി കേട്ടാ, നിനക്ക് തമിഴ് അറിയാം? തമിഴ് നല്ല TV മൊത്തം മലയാളം ചാനലാണല്ലേ? അമ്മ ഇപ്പൊ വരാനായി, വേഗം TV ഓഫ് ആക്കുക. അപ്പോഴേക്കും നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഓടിവാ. ഇഷ്ടം ആഹാ, എന്താണ് പരിപാടി? ഭക്ഷണം കഴിച്ച രണ്ടാളും? ഞാനും മോളും കഴിച്ച്. 4 മണി ആവാനായില്ലേ? ഇനി ഞാൻ പോയിക്കോട്ടെ? ആ, നീ പോയിക്കോ. നാളെ രാവിലെ വരൂലേ? കറക്റ്റ് 9 മണി നമുക്ക് എത്തണേ. ആ ശരി. മോളു, ചേച്ചി പോട്ടെ? ഓക്കേ. ഇല്ല, ഞാൻ കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ അതിനു മുന്നേ ചേച്ചി ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് വൈൻഡപ്പ് ചെയ്യട്ടെ. ഒരു മിനിറ്റ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നാളെ പുതിയ ഡൈനിങ് മൈ ലൈഫ് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും ദിസ് ഈസ് മല്ലിക.